ഫ്രണ്ട്സ്, എറി വ്ളോഗ്സിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് എൻ്റെ ടെറസിൽ നട്ടു വളർത്തിയ തക്കാളി കൃഷിയെക്കുറിച്ചാണ്. ഞാൻ നട്ടു വളർത്തിയത് ചാക്കിലും ഗ്രോ ബാഗിലുമായിട്ടാണ് തക്കാളി തൈ നട്ടിട്ടുള്ളത്. അതിനാൽ തന്നെ എൻ്റെ തക്കാളി ചെടികൾക്ക് യാതൊരു കീടരോഗങ്ങളോ കീടബാധ്യതകളോ ഒന്നും തന്നെയില്ല. നല്ല ഹെൽത്തി ആയിട്ടാണ് എൻ്റെ തക്കാളി തൈ വളർന്നു വന്നത്. എല്ലാം തക്കാളി ചെടികളും കായ്ച്ചു. അതിനാൽ തന്നെ ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്ന വളം ഇപ്പോൾ പറഞ്ഞു തരാമേ. ഇതാണ് എൻ്റെ വഴുതനങ്ങ. വയലറ്റ് വഴുതനങ്ങയാണ്. പച്ച വഴുതനങ്ങയുടെ തൈയാണ് ഗ്രോ ബാഗിൽ നട്ടിട്ടുള്ളത്. ഈ വഴുതനങ്ങയ്ക്ക് തന്നെ കീടരോഗങ്ങളോ ബാധ്യതകളോ ഒന്നും തന്നെ നല്ല ഹെൽത്തി ആയിട്ടാണ് വളർന്നുകൊണ്ടിരിക്കുന്നത്. തക്കാളി തൈ നല്ല ചുവന്ന തൊടുത്ത തക്കാളി കാണാൻ തന്നെ നല്ലൊരു രസമുണ്ട് അല്ലേ? വെയിൽ വന്ന് തട്ടുമ്പോൾ വാടാതിരിക്കാൻ ഞാൻ കരിയില അതിൻ്റെ മുകളിൽ പൊളിച്ചു കൊടുത്തിട്ടുണ്ട്. നല്ല നല്ല ഹെൽത്തിയിലാണ് തക്കാളികൾ ഉണ്ടായിട്ടുള്ളത്. യാതൊരു കേടുകളോ ഒന്നും തന്നെയല്ല. നല്ല കാണാൻ തന്നെ നല്ലൊരു രസമുണ്ട്. അത്യാവശ്യം കുറച്ച് തക്കാളി തൈകളെ ഞാൻ നട്ടിട്ടുള്ളൂ. ഒരുപാടൊന്നും തന്നെ ഇല്ല. ഇനി ആ തക്കാളി തൈകളൊക്കെ ഇനി വേറെ രോഗങ്ങൾ വാങ്ങിയിട്ട് വേണം നടുവാൻ. ഞാനിതിൽ ഒരുപാട് വളമൊന്നും ഒഴിച്ചു കൊടുക്കാറില്ല. ആവശ്യത്തിന് മാത്രം വെള്ളവും ആവശ്യത്തിന് മാത്രം വളവും മാത്രമേ ഞാൻ ഒഴിച്ചു കൊടുക്കാറുള്ളൂ. അതിനാൽ തന്നെ ഞാൻ താങ്ങായിട്ട് ഞാൻ കുറച്ച് കെട്ടിവെക്കാറുണ്ട്. പെട്ടെന്ന് ഒടിഞ്ഞു പോകും. കായ വന്ന് വലുതാവുമ്പോൾ തന്നെ പെട്ടെന്ന് ഒടിഞ്ഞു പോകാനുള്ള സാധ്യത കൂടുതലാണ്. അതിനാൽ തന്നെ അത് വളർന്നു വരുമ്പോൾ തന്നെ ഞാൻ വേഗം കെട്ടിവെക്കാറാണ് ഉള്ളത്. ഇതാണ് എൻ്റെ തക്കാളി കൃഷി. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക. നല്ല വെയിലും സൂര്യപ്രകാശം തട്ടുന്നത് കൊണ്ടായിരിക്കും നല്ല ഹെൽത്തി ആയിട്ടും കീടബാധ്യതകളോ രോഗങ്ങളോ ഒന്നും ഉണ്ടാകാത്തതെന്ന് തോന്നുന്നു. എൻ്റെ തക്കാളി കൃഷിയുടെ തോട്ടം കണ്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയണം. എന്താണ് പറയുന്നതൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ. ഞാൻ ആദ്യമായിട്ടാണ് യൂട്യൂബ് ചാനൽ തുടങ്ങിയതും ആദ്യമായിട്ടാണ് വോയിസ് പറയുന്നതും. അതിനാൽ പലവിധ തെറ്റുകളും ഉണ്ടായിരിക്കാം. നിങ്ങൾക്ക് എന്നോട് ക്ഷമിക്കണം. ഇതാണ് എൻ്റെ തക്കാളി. എങ്ങനെയുണ്ട് കൂട്ടുകാരെ തക്കാളി കാണാൻ? കൃഷി ചെയ്യുന്നവർക്കറിയാം കൃഷിയുടെ കഷ്ടപ്പാട് തന്നെ സന്തോഷവും ഒക്കെ ഉണ്ട് അല്ലേ? കായ്ച്ചു വരുമ്പോൾ നമുക്ക് ഒരു പൂവ് ഇടുന്നുണ്ട്. ദിവസം പോയി നോക്കും, എത്ര വലിപ്പമായി എത്രയായോ, പൂവിടാറായോ. പൂവിടുമ്പോൾ ഒരു സന്തോഷം ഉണ്ടാവും. പിറ്റേന്ന് പോയി നോക്കും, ആ പൂവ് കൊഴിഞ്ഞു പോയോ എന്ന് പോയി നോക്കും. കൊഴിഞ്ഞിട്ടുണ്ടാകുമ്പോൾ അയ്യോ കൊഴിഞ്ഞു പോയല്ലോ, സാരമില്ല, ഇനി കായ്ക്കാൻ മതിയോ. മറ്റേ വേറൊരു തക്കാളി ചെടി കാണുമ്പോൾ ഇത് കായ്ക്കുന്നുണ്ട്, ഇത് നല്ല ഹെൽത്തിയാണ് ഈ തക്കാളി ചെടി, അത് കായ്ക്കും എന്നുള്ള പ്രതീക്ഷയിൽ രാവിലെ എണീറ്റ് പോയി നോക്കും. വൈകുന്നേരങ്ങളിലും രാവിലെയാണ് ഞാൻ കൂടുതൽ. ടൈം ആകുമ്പോൾ പിന്നെ പോയി നോക്കാനൊന്നും പറ്റില്ല. ഭയങ്കര വെയിലും ഒക്കെ അല്ലേ. വെള്ളത്തിൻ്റെ കുറവുണ്ടോ, വാടി നിൽക്കുന്നുണ്ടോ എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട്. വാടി നിൽക്കുന്നുണ്ടെങ്കിൽ ഞാൻ കുറച്ച് വെള്ളം കുടഞ്ഞു കൊടുക്കും. വെള്ളം കുടഞ്ഞു കൊടുക്കും. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോസിനായി ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ അടുത്തൊരു വീഡിയോസിനായി വീണ്ടും വരാം.